അപ്പൊ എം ജി സാർ, റിമു, മധുചേട്ടാ, നമ്മൾ അങ്ങനെ ടോപ്പ് സിംഗർ സീസൺ 5 150-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ 50 കഴിഞ്ഞ് 100 കഴിഞ്ഞ് 150-ലെത്തി. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ആരോട് പറയണം? എല്ലാവരോടും പറയാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, നമ്മുടെ ക്രൂസിന് എല്ലാവർക്കും പറയുന്നു കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ നന്ദി പറയുന്നു. കാരണം ഈ 150 ദിവസങ്ങളും നിങ്ങൾ ഓരോ ദിവസവും വിടാതെ 1-2 പ്രാവശ്യം അതുപോലെ തന്നെ യൂട്യൂബിലും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് ഒരുപാട് നന്ദി. നമ്മുടെ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെ പോലെ കാണുന്നതിൽ അതിലേറെ നന്ദി. പിന്നെ ഞങ്ങളെയൊക്കെ എപ്പോഴും വെളി വെച്ച് കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് ടോപ്പ് സിംഗർ നന്നായിരിക്കുന്നു, നിങ്ങൾ നല്ല ജഡ്ജിമെന്റ് ആണെന്ന് പറയുന്നതിന് അതിനും നന്ദി. പിന്നെ നമ്മുടെ ഡെയിനും മീനൂട്ടിയും ഇവരെ പോലെ 2 പേരെ എവിടെ കിട്ടും? ടോപ്പ് സിംഗറിന്റെ ഭാഗ്യങ്ങളാണ്. ടോപ്പ് സിംഗറിന്റെ നെടും തൂണുകളാണ്. 2 സൈഡിലും അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതൊരു ആഘോഷ രാവാണ്. ഈ 150-ാമത്തെ ദിവസം നമ്മൾ ആഘോഷം തുടങ്ങുകയാണ്. നമ്മൾ വെച്ച് സ്പ്രിഞ്ചും. ടോപ്പ് സിംഗർ സീസൺ 5-ൽ 150 ദിനങ്ങൾ പിന്നിട്ട് നമ്മൾ മുൻപോട്ട് നമ്മുടെ ഈ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിജയകരമായിട്ട് അറിഞ്ഞില്ല അല്ലേ? അറിഞ്ഞില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ 150 ദിവസം കൊഴിഞ്ഞില്ല. നല്ലതിനല്ലേ? നല്ലതാണല്ലോ. ഹായ്. അടുത്ത ചിരി കൊടുക്ക. നീഹര, ഞാൻ കാര്യത്തിലോട്ട് കിടക്കുക. വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. അല്ല, വിശേഷം ഉണ്ടോന്ന് ചോദിച്ചാൽ അല്ല, വിശേഷം ഇല്ല എന്ന് പറയത്തുള്ളൂ. വിശേഷം ഒന്നും ഇല്ലല്ലോ? ഇല്ല. നമ്മുടെ പരിപാടിയുടെ പ്രത്യേകത, ഒരു ദിവസം പോലും നമ്മള് 7 ദിവസം നമ്മൾ വീട്ടിലോട്ട് എല്ലാവരുടെയും വീട്ടിലോട്ട് ചെന്നോണ്ടിരിക്കുക. എന്തൊക്കെയാണ് നേടിയത് ഇത്രയും ദിവസം കൊണ്ട് നീഹാരക്കുട്ടി? ഇവിടുന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആര് സപ്പോർട്ട് ചെയ്തു? അത് നന്നായിട്ട് പാടിയ സപ്പോർട്ട് നന്നായിട്ട് പാടാൻ പറ്റി. അതെങ്ങനെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഈ പാട്ടിൽ വന്ന മാറ്റങ്ങൾ? അത് ഇനി നന്നായിട്ട് പാടാൻ വേണ്ടി കുറെ പ്രാക്ടീസ് ചെയ്യാൻ തോന്നി. തോന്നിയിരുന്നില്ല. ഇവിടുന്ന് എന്തൊക്കെ കിട്ടി ഈ ടോപ്പ് സിംഗറിൽ നിന്ന്, ഈ വേദിയിൽ നിന്ന്? പണ്ട് സാധാ പാട്ട് കേട്ട് പഠിക്കുക. ഇപ്പം ഗ്രൂമേഴ്സ് ഒക്കെ സഹായിക്കുന്നുണ്ട്. പണ്ട് കേൾക്കുന്ന പാട്ട് കേൾക്കാൻ ഒരു ഓഡിയൻസ് ഉണ്ട്, ആ നാട്ടിലെ ആൾക്കാര്, അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാര്, അല്ലെങ്കിൽ സ്കൂളിലെ ആൾക്കാര്, അയൽപ്പക്കത്തുള്ള ആൾക്കാര്. പക്ഷെ ഇന്നൊരു പാട്ട് പാടിയ ലോകം മൊത്തം കേൾക്കുമല്ലേ? അതൊരു വലിയ കാര്യമില്ലേ? ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് നിഹാരക്കുട്ടി ഇഷ്ടമാണ്, പാട്ട് കേൾക്കാറുണ്ടെന്നൊക്കെ പറയാറില്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.